നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹൃദയം നമുക്ക് നൽകിയ റബ്ബ് എന്താണ് നമ്മൾ അറിയാൻ പറഞ്ഞു തന്നിട്ടുള്ളത്? നമ്മുടെ ഹൃദയം നിലക്കുന്നതിൻ്റെ മുമ്പ്, ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഹൃദയം തന്ന റബ്ബ് ഹൃദയത്തെക്കുറിച്ച് എന്താണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്? അത് നമ്മൾ അറിയണം. കാരണം അള്ളാഹു നമ്മുടെ ബാഹ്യമോടിയിലേക്കല്ല നോക്കുക. നമ്മളെ രൂപത്തിലേക്കോ, നമ്മളെ ആകാര വലിപ്പത്തിലേക്കോ, നമ്മളെ സമ്പത്തിലേക്കോ, നമ്മളെ പ്രൗഢിയിലേക്കോ, നമ്മളെ അധികാരത്തിലേക്കോ ഒന്നുമല്ല അള്ളാഹ് നോക്കുക. ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും, ഹൃദയത്തിലേക്കാണ്. ഹൃദയം, ഹാർട്ട് എന്നൊക്കെ പറയുന്നതിന് ഖുർആനിക ഭാഷയിൽ ഖൽബ് എന്നും സ്വദർ എന്നുമാണ് പറയുക. ഖൽബ് എന്നത് അതിന്റെ ബഹുവചനം ഖുലൂബ് 132 തവണ ഖുർആൻ ആവർത്തിച്ചു. സ്വദർ അഥവാ അതിന്റെ ബഹുവചനം സുദൂർ ഖുർആനിൽ 44 തവണയും ആവർത്തിച്ചു. എന്താണ് ഖൽബും സദറും തമ്മിലുള്ള വ്യത്യാസം? പണ്ഡിതന്മാർ കുറെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വിശദീകരണം, സ്വദർ എന്ന് പറഞ്ഞാൽ ഒരു വീട്, ആ വീടിന്റെ ഒരു വലിയ ഹാള്, ആ ഹാളിനെ സദർ എന്നും, ആ ഹാളിലേക്ക് പ്രവേശിച്ച് അതിലെ കുറെ റൂമുകൾ ഉണ്ടാകും, ആ അറകൾക്ക്, റൂമുകൾക്ക് ഖൽബ് എന്നും പറയും. ഇതാണ് അതിന്റെ വിശദീകരണം. സ്വദർ എന്ന് പറയുന്നത് ഒരു റൂം, എല്ലാം രണ്ടും ഒരു വീട് പോലെ, അതിലെ ഒരു ഹാള്, അതാണ് സ്വദർ. അതുകൊണ്ടാണ് റബ്ബിഷ്റഹ് ലീ സദ്രി, ഹൃദയം സ്വദർ വിശാലമാക്ക് പടച്ചോനെ. അലം നഷ്റഹ് ലക സദ്റക്, മൂസാ നബിയോട് സ്വദർ വിശാലമാക്കിയില്ലേ എന്ന് പറഞ്ഞത്. ഖൽബ് വിശാലമാക്കണമേ എന്നൊരു പ്രാർത്ഥന ഖുർആനിലില്ല, ഹദീസിലുമില്ല. ഖൽബ്, സ്വദറാണുള്ളത്. സ്വദർ വിശാലമാകണം. അതിലൂടെയാണ് ഖൽബുകളിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടത്. കുഫറിനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞു, മൻ ശറഹ ബിൽ കുഫ്രി സ്വദ്റ ഫഅലൈഹിം ഗളബും മിനല്ലാഹ്. കുഫർ കൊണ്ടും ചില ആൾക്കാരെ സ്വദർ വിശാലമാകും, അവർക്ക് അള്ളാന്റെ കോപമുണ്ട്. വമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അള്ളാഹ്ക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ ഹൃദയത്തെ അള്ളാഹു ഈമാൻ കൊണ്ട് വിശാലമാക്കും. വഇൻ യുരിദ് അൻ യുദില്ലഹു, ദലാലത്താണെങ്കിൽ യജ്അൽ സദ്റഹു ലയ്യികൻ ഹറജ, അത് കുടുസുള്ളതും ഞെരുക്കമുള്ളതുമാക്കി തീർക്കുമെന്നാണ്. ഇവിടെയൊക്കെയും സദറിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ സദറും ഖൽബും രണ്ടും ഹൃദയം എന്ന അർത്ഥത്തിൽ നമ്മൾ ഖുർആൻ പ്രയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ സദറും ഖൽബും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറഞ്ഞതാണ്. രണ്ടും ഒന്ന് തന്നെ, പക്ഷേ അതിലുള്ള വ്യത്യാസം ഇതാണ്. അലീമും ബിദാത്തി സുദൂർ, സദറിലുള്ളത് അറിയുന്നവനാണ് റബ്ബ്. അതിലൂടെ എന്തൊക്കെ കടന്നുപോയി എല്ലാം റബ്ബ് അറിയും. അതിലേക്ക് കടന്നിട്ടാ പിന്നെ കൽബിലേക്ക് ഓരോ കാര്യങ്ങൾ പോകുന്നത്. ഷിഫാഉൽ ലിമാ ഫി സുദൂർ, ഖുർആൻ അതാണ്. ആ സദറിൽ തന്നെ ഷിഫയാണ്. അപ്പോ അതിന്റെ ഉള്ളിലുള്ള അറകളിലുള്ളതെല്ലാം എന്താണോ അതിനൊക്കെ ഷിഫ കിട്ടും. വയഷ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സദറിന് അല്ലാഹു ഷിഫ കൊടുക്കുക. അപ്പൊ സദറും ഖൽബും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി ഈ കൽബുകൾ, സദറിലൂടെ കടന്നു വന്നതിന്റെ അറകളാകുന്ന കൽബുകൾക്ക്, അതിന്റെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ 22 കൽബിനെ ഒഴിവാക്കണം എന്നുള്ള പറഞ്ഞു. 22 കൽബിനെ ഞാൻ പെട്ടെന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അതേപോലെ സ്വീകരിക്കേണ്ട കൽബിനെ കുറിച്ച് അടുത്ത ഖുതുബയിലും പറയാം. ഒഴിവാക്കേണ്ട 22 കൽബുണ്ട്. നമ്മൾ ആലോചിക്കുക, പറയുമ്പോൾ ഓരോന്നും പറയുമ്പം നമ്മൾ ഈ നമ്മുടെ ഹൃദയത്തെ, നമ്മളെ കൽബിനെ പറ്റി ഒന്ന് ആലോചിച്ച് ഇത് വല്ലതും ഉള്ളവനാണോ എന്നൊന്ന് പരിശോധിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ അവയവത്തിന് ഭൗതികമായി ബാഹ്യമായി ഉണ്ടെങ്കിൽ
നമുക്ക് ബേജാറാ. ഒരു വേദന വന്നാൽ ഗ്യാസാണെന്ന് ഉറപ്പാ, എന്നാലും നമ്മളൊന്ന് പോകും. എന്നിട്ട് ECG എടുക്കും. അതിലൂടെ കടന്നു പോകുന്ന കുറേ വരകളെ കണ്ടില്ലേ നിങ്ങൾ? അതിലെ കുറേ പോയിന്റുകളെ കണ്ടില്ലേ? അത് നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. അറിവുള്ള ഡോക്ടർമാർ പറയും തരാറുണ്ട്, എല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷെ അതിൽ കുറേ വേരിയേഷനുകൾ കാണാം, കുറേ ഡോട്ടുകൾ കാണാം. 22 ശ്രദ്ധിക്കണം, ഡേഞ്ചറാണ് 22. അതിലൊന്ന് വലീദൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യമാണ്. കഠിന ഹൃദയൻ. നബിയോട് പറഞ്ഞു, നബിയെ താങ്കൾ ഒരു ദൗത്യമേൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, ഒരു ദാഇയാണ്. നബിയെ താങ്കളെ കൽബ് വലീദാണെങ്കിൽ ലൻഫദ്ദു മിൻ ഹൗലിക്, ചുറ്റും ഒരാളും കിട്ടൂല, ഒക്കെ പോകും. കൽബ് വലീദാകാൻ പാടില്ല. ഒന്ന്, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. 2, ഈ ഹൃദയം നിലക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും കേട്ടുപോകാലോ ഹൃദയം തന്ന റബ്ബ് പറഞ്ഞത് എന്താണെന്ന്. 2, യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബിൻ, അള്ളാഹു ചിലതിന് യത്ബഅ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അതിന് മുദ്ര വെക്കും, സീല് വെക്കും ചില ഹൃദയങ്ങൾക്ക്. പിന്നെ ഒന്നും അങ്ങോട്ട് കടക്കില്ല, പുറത്തു പോകേണ്ടതൊന്നും പോകില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതേ വാക്കാണ് മൂന്നാമത്തത്, ഖത്മുൽ ഖൽബ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു തആല മുദ്ര വെച്ചു, സീല് വെച്ചു. സീല് വെച്ച് കഴിഞ്ഞാൽ, ഒരു കവറിൽ മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും വെക്കാനോ അതിൽ നിന്നും പുറത്തെടുക്കാനോ പറ്റൂല. ഹൃദയത്തിൽ നിന്ന് കുറേ ഒഴിവാക്കാനുണ്ട് സഹോദരങ്ങളെ, ഇതിലേക്ക് കുറേ കയറ്റി വെക്കാനുണ്ട്. പക്ഷെ സീല് വെക്കപ്പെട്ടു പോയാൽ പിന്നീട് ഒന്നും നടക്കാതെ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 4, ആസിമുൻ ഖൽബു, പരിശുദ്ധ ഖുർആനാണ്. പാപപങ്കിലമായ ഹൃദയം, ആസിമുൻ ഖൽബു. ഇത് അള്ളാഹ് പറഞ്ഞത് നമുക്കിടയിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ, കടം വാങ്ങുക, കടം കൊടുക്കുക, അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒരു ശത്രു നമുക്കുണ്ടാകണമെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്താൽ മതി, പിന്നെ ശത്രുവായിട്ട് മാറുകയാണ്. കടത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്, ആ സൂറത്തിലെ ഏറ്റവും വലിയ ആയത്ത്, ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടം കൊടുക്കലും വാങ്ങലും അതിന് നിയമ. അത് അള്ളാഹ് പറയാണ്, ഒരാൾ എഴുത്ത് നിർബന്ധമാണ്, എഴുതിയ ആള് സാക്ഷിയാണ്, അയാൾ ആ സാക്ഷിത്വം മറച്ചു വച്ചാൽ ഒരു കിട്ടേണ്ടവന് കിട്ടാതെ പോവുകയാണ്, സത്യം വെളിപ്പെടാതെ പോവുകയാണ്. ആ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു ആസിമുൻ ഖൽബു. അങ്ങനെയൊക്കെ ഒരു എഗ്രിമെന്റ് എഴുതിയിട്ട് ആ എഗ്രിമെന്റിന് എതിരിൽ പറയാ, ആ സത്യം മറച്ചു വെക്കുന്നവന്റെ ഹൃദയം പാപപങ്കിലമായ ഹൃദയമാണ്. എന്തെങ്കിലും ഒരു തവണയെങ്കിലും അത്ര ഒരു കാര്യം നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളെ കൽബ് ആസിമുൻ ഖൽബ് അള്ളാഹ് പറയാണ്. 5, അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന, ഇന്ന് നമ്മൾ ഓതിയ സൂറത്ത് അൽ കഹ്ഫിലായത്ത്. അശ്രദ്ധമായ ഹൃദയം, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അശ്രദ്ധമാകുക. ഹൃദയത്തിൽ അതൊന്നുമില്ല. പിന്നെന്താ, വത്തബ ഹവാഉ വകാന അംറുഹു ഫുർത, അവന് കുറെ ഇച്ഛകളും അവന്റെ കുറെ തോന്നലുകളും അവന്റെ കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവന്റെ ഹൃദയം നിറയെ. അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ ഇടപെടൽ, അവന്റെ വീട്, അവന്റെ റൂം, അതിലൊക്കെ കുറെ ചിട്ടവട്ടങ്ങളുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റില്ല. അവന്റെ കാര്യം കുറച്ച് അതിര് കവിഞ്ഞിരിക്കുന്നത് പറയാ. എവിടെ അത് പറഞ്ഞത്? വലാ തഅദു ഐനാക അന്നും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരം മാത്രം നോക്കി അതിലേക്ക് ചിന്തിച്ച് ജീവിക്കുന്നവന്റെ അടുക്കലേക്ക് നിന്റെ കണ്ണ് അവിടെ ഉടക്കി നിൽക്കാതിരിക്കട്ടെ. വലാ തഅദു ഐനാക, അവിടെ ഉടക്കരുത്. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത് പിന്നീട് അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന, അവനെ നീ പിന്തുടരുകയും ചെയ്യരുത്. 6, ഫീ ഖുലൂബിഹിം മറദ്, രോഗമുള്ള ഹൃദയം. ആ രോഗം എന്താണെന്ന് ഇടക്കിടക്ക് ടെസ്റ്റ് ചെയ്യണം. എന്താണ്? കൽബുൻ മരീള്, അത് നിഫാഖ്, ഇസ്യാൻ, ഷിർക്ക്, കുഫർ, ഇതാണ് രോഗം. ഷിർക്കുണ്ടോ, കുഫറുണ്ടോ, ഇസ്യാൻ ഉണ്ടോ, നിഫാഖ് ഉണ്ടോ എങ്കിൽ സാദഹും, അത് വർദ്ധിക്കും. ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറദ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. 7, ഖുലൂബനാ ഗുൽഫ്, അത് ജൂതന്മാരെ ഹൃദയ. അവര് പറഞ്ഞതാണ് ഞങ്ങളെ ഹൃദയം ഗുൽഫാണെന്ന് അവര് പറഞ്ഞു. എന്താ ഗുൽഫ്? അത് തുറക്കൂല, അത് അടഞ്ഞ ഹൃദയമാണ്. അടഞ്ഞ ഹൃദയമാണ്, ഒന്നും അങ്ങോട്ട് കയറില്ല. ഒരു ആർദ്രതയും ഒരു സ്നേഹവും ഒരു കാരുണ്യവും ഒരു അനുകമ്പയും ഒന്നും ഉണ്ടാകൂല. ഹൃദയം അത് ഞങ്ങൾ അടച്ചു വെച്ചിരിക്കുന്ന, ഞങ്ങൾ ഹൃദയം തുറക്കാൻ നോക്കണ്ടാന്ന്. അങ്ങനത്തെ ഹൃദയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. 8, ഹൃദയത്തിലെ പകയാണ്.
അള്ളാഹു തആല സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പം അള്ളാഹ് പറഞ്ഞു, പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മുമ്പുള്ള ആൾക്കാര് മുഹാജിറുകളെ കുറിച്ച്, അൻസാറുകളെ കുറിച്ച് അള്ളാഹ് പറയണത്, അവരെ കുറിച്ച് പറയാ, അവർക്ക് മുമ്പ് ചില ആൾക്കാർക്കുള്ളത് അവർക്ക് കൈമാറ്റം ചെയ്തു. എന്നിട്ട് അവര് പറഞ്ഞു, എന്താണ്? വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, ഹൃദയത്തിൽ പക ഉണ്ടാക്കല്ല പടച്ചോനെ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഫലാ തജഅൽ ഫീ ഖുലൂബിനാ. അതാണ് പാരമ്പര്യമായിട്ട്. വല്ലദീന യഖൂലൂന മിൻ ജാഊ വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ, അവർക്ക് ശേഷം വന്നവർ, ഇങ്ങനെ വന്നവരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കൊരു പക ഉണ്ടാവരുത് ഹൃദയത്തിൽ. ഒരാളോടും, ഒരു സത്യവിശ്വാസിയോടും പക ഉണ്ടാകരുത്. ഇപ്പൊ പക പുറത്ത് ചാടുന്ന സമയം. അപ്പം ഇപ്പൊ ഇലക്ഷൻ്റെ ഒക്കെ സമയമുണ്ടല്ലോ, ഓരോരുത്തരോടുള്ള പകയും വിദ്വേഷങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച്, അത് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്യും. ഒരു മനുഷ്യനെ തകർക്കാൻ, ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ, ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ, ഉയർന്നു വരുന്നത് പത്തിക്കടിച്ച് തകർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യുന്ന ചില മനുഷ്യന്മാരെ ഹൃദയം, അത് പകയുള്ള ഹൃദയമാണ്. പകയുള്ള ഹൃദയം ഡേഞ്ചറാണ് സഹോദരങ്ങളെ. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെയൊക്കെ ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 9ാമത്തത് ഹൃദയത്തിലെ ഹസ്രത്താണ്, സങ്കടമുള്ള ഹൃദയം. ചില ആൾക്കാർക്ക് വെറുതെ ആവശ്യമില്ലാത്ത കുറെ സങ്കട ഹൃദയത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതിനൊന്നും സങ്കടമില്ല. അള്ളാഹു പറയാണ്, സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ കാഫിരീങ്ങളെ മാതിരി ആകരുത് എന്ന്. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ കാഫിരീങ്ങളെ മാതിരി ആവരുത്. ആരെ പറ്റുന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തകൂനു കല്ലദീന കഫറു, നിങ്ങൾ കാഫിരീങ്ങളെ മാതിരി ആകരുത്. എന്താ കാരണം? വഖാലൂ ലി ഇഖ്വാനിഹിം, അവരവരെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇമള്ള മനുഷ്യന്മാർ, ഇതാ ദറബു ഫിൽ അർളി, അവർ നാട്ടിലൂടെ യാത്ര പോയി, വേറെ ഏതെങ്കിലും നാട്ടിലെത്തി. ഔ കാന ഉസ്സ, അല്ലെങ്കിൽ അവർ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ പോയി. അങ്ങനെ അവർക്ക് ഒരു അപകടം പറ്റി, അവർ മരിച്ചു. അപ്പൊ ഇവർ പറയും, ലൗ കാനു ഇന്ധന മാത്തു, ഇവർ ഞങ്ങളടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ, ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മലിക്കൂലായിരുന്നു, അമാ കുത്തിലോ കൊല്ലപ്പെടുകയില്ലായിരുന്നു എന്ന് പറയും. ഇത് കാഫിരിങ്ങളെ വാക്ക, മുഅ്മിനീങ്ങൾ പറയരുതെന്ന്. ഓൻ അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ അപകടം പറ്റിയത്, ആ നാട്ടിക്ക് പോയതുകൊണ്ടല്ലേ അപകടം പറ്റിയത്. ഇവിടെ തന്നെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും പറ്റില്ലായിരുന്നല്ലോ. ഇതേ വാക്കൊരു മുഅ്മിൻ പറയരുത്. ഇത് കാഫിരീങ്ങളെ വാക്കാ, ഇത് പറയാൻ പാടില്ല. അല്ലാഹ് പറയാ, ലിയജഅല അല്ലാഹു ദാലിക ഹസ്റതൻ ഫീ ഖുലൂബിഹിം, അവരെ ഹൃദയത്തിൽ അല്ലാഹു അതിനെ ഹസ്റത്താക്കി വെച്ചു കൊടുത്തുന്ന. വല്ലാഹു യുഹി വ യുമീത്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നൊക്കെ പടച്ചോനാ. അതുകൊണ്ട് സഹോദരങ്ങളെ, വെറുതെ കുറെ സങ്കടങ്ങൾ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ദുരന്തം, ഒരു അപകടം, എന്തെങ്കിലും ഒരു ആകസ്മികമായി എന്നൊക്കെ നമ്മൾ പറയുന്ന, അങ്ങനെ മരണമൊന്നുമില്ല, ആകസ്മികമായ മരണമൊന്നുമില്ല, പടച്ചോൻ നിശ്ചയിക്കും നടക്കണതാ. നമ്മൾ സാധാരണ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു മരണം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂഡ് ഔട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക, വെറുതെ സങ്കടം കയറ്റി, ഹൃദയത്തിൽ സങ്കടം കയറ്റി വെക്കുക. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? അള്ളാഹുലേക്ക് അടുക്കാനും ഇബാദത്തും ഒന്നും ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയില്ല, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് അള്ളാഹ് പറയാ, കാഫിരീങ്ങളെ ഹൃദയം പോലെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഹൃദയമാകാൻ പാടില്ല. 10ാമത്തത്, വായ കൊണ്ടൊന്ന് പറയും, പക്ഷേ ഹൃദയത്തിൽ വെറുപ്പായിരിക്കും. വതഅബാ ഖുലൂബുഹും, അള്ളാഹ് പറയുന്നത് യുർലൂനകും ബി അഫ്വാഹിഹിം, വായ കൊണ്ട് പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്തും. നല്ല വാക്കുകൾ പറയും, നല്ല വാഗ്ദാനങ്ങൾ പറയും. യുർലൂന ബി അഫ്വാഹിഹിം, അവരെ വായകൾ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തും. നിങ്ങൾ തൃപ്തിപ്പെടും. അവർ എത്ര വശ്യമായി സംസാരിക്കുക, എത്ര നല്ല വാഗ്ദാനങ്ങളാണ്, എത്ര നല്ല ഓഫറുകളാണ് നൽകുക. പക്ഷെ വതഅബാ ഖുലൂബ്, ഹൃദയത്തിൽ എന്തുണ്ടാകുന്ന അറിയോ? അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തൽക്കാലം ഇപ്പൊ കിട്ടേണ്ട വോട്ടും കിട്ടി കിട്ടിയാൽ മതി. വതഅബാ ഖുലൂബ്, ഹൃദയത്തിൽ വേറെ കുറെ കാര്യം ഉണ്ടാവും. ഓന മറ്റേ പാർട്ടിക്കാരൻ ഇപ്പാർട്ടിക്കാരൻ ഓന് കൊടുക്കേണ്ട കാര്യമില്ല, അത് നമ്മളെ വാടല്ല, അത് നമ്മളെ തോൽപ്പിച്ച് അത് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല. വായ കൊണ്ട് തൃപ്തിയുള്ള വാക്ക് പറയുകയും ഹൃദയത്തിൽ അത് വെറുപ്പുണ്ടാവുകയും ചെയ്യും. വഅക്സറുഹും ഫാസിഖൂൻ, അവരിൽ ഭൂരിപക്ഷവും ദുർമാർഗികളാണ്. അല്ല പറയാ, നിങ്ങളുടെ മനസ്സുണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടി പറയാ, ഹൃദയത്തിലുള്ളത് പറയാ, സത്യസന്ധമായി പറയാ, അല്ലാത്തത് പറയാൻ പോകരുത്. വായ കൊണ്ടൊന്നും പറയും, ഹൃദയത്തിലൊന്നും വെക്കുകയും ചെയ്യാൻ പാടില്ല. ഈ ഹൃദയം ഉണ്ടാകരുത്. 11, ദീനിൽ സംശയമുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, വർത്താബത്ത് ഖുലൂബുഹും ഫഹും ഫീ റൈബിഹിം യതറദ്ദദൂൻ. ചില ആൾക്കാർക്ക് എപ്പോഴും ദീനിന്റെ കാര്യത്തിൽ അടക്കം ഒരു സംശയമാണ്. ഇങ്ങനെ കണ്ടോ, ഉണ്ടാകുമോ, പരലോകം, ഖബറ്,
ഇതൊക്കെ സംഗതി നിസ്കാരം കാര്യമൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിമൊക്കെ ആണെങ്കിലും എന്തോ ഒരു സംശയം ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുക. അതായിരിക്കും ഒരു പക്ഷേ പല ദീനിയായ കാര്യങ്ങൾ മട്ടത്തിന് ചെയ്യാൻ അവന് പറ്റാത്തത്. അള്ളാഹ് പറയാണ് വർത്താപത്ത് കുലൂബും, ഒരു ഹൃദയങ്ങൾ ഇങ്ങനെ ഒരു സംശയത്തിലാണ്. ഇങ്ങോട്ട് പറയുന്നത് ഫീ റൈബിഹിം യത്രദ്ദൂൻ, ആ റൈബില് ആ സംശയത്തിൽ കിടന്ന് അവർ ഹൃദയം ഇങ്ങനെ ആടിക്കളിക്കുകയാണ് എന്നാ. ഈ ഹൃദയത്തെക്കുറിച്ചാണ് ഖുർആൻ മുനാഫിക്കിന്റെ ഹൃദയം എന്ന് പറഞ്ഞത്. മദീനത്തൊരു പള്ളി ഉണ്ടാക്കി. മദീനത്തൊരു പള്ളി അവിടെ ഉണ്ട്. ആ പള്ളി ഉണ്ടാക്കിയത് അന്നത്തെ മുസ്ലിമീങ്ങളിൽപ്പെട്ടൊരു ടീമാ. വഹി ഇറങ്ങണ കാലായതുകൊണ്ട് ആ പള്ളി മുനാഫിക്കിന്റെ പള്ളി എന്ന് അള്ളാണ്ട് പറഞ്ഞു. വഹി ഇറങ്ങണ കാലായതുകൊണ്ട്, അല്ലെങ്കിൽ അറിയില്ല. അതിനെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞത് പള്ളി എന്നല്ല പറഞ്ഞത്, മറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ അറിയോ? ലാ തസാലു ബുനിയാനുഹും ഉല്ലദീന ബനൗ, കെട്ടിടം എന്നാ പറഞ്ഞത്. അവരുണ്ടാക്കിയ കെട്ടിടമുണ്ട്, അവരുണ്ടാക്കിയ പള്ളി അവരുണ്ടാക്കിയത്. ആ പള്ളിയെക്കുറിച്ച് അള്ളാഹ് പറയും കെട്ടിടമാണ് എന്ന്. എന്താ കാരണം അറിയോ? റീബത്തൻ ഫീ ഖുലൂബി, അവരുടെ ഹൃദയത്തിൽ ഒരു തരം സംശയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളി അള്ളാഹ്ക്കുള്ളതാ. വലാ തദഉ മഅ അല്ലാഹി അഹദ, അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഒരു നാട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത് പോയി വേറെ പള്ളി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് പോയി പള്ളി ഉണ്ടാക്കണ്ട. ദീന് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദീൻ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ അവർ നടത്തുന്ന പള്ളി, അതിന്റെ അപ്പുറത്ത് പോയി വേറെ പള്ളി ഉണ്ടാക്കേണ്ട കാര്യമില്ല. എപ്പോഴാണ് പള്ളി വേറെ വേണ്ടത്? ദീന് ആ പള്ളിയിലില്ല, ആ പള്ളിയിൽ തൗഹീദ് പഠിപ്പിക്കണില്ല. അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ട സഹായം അത് അഭൗതികമായി നമ്മളെ ശിക്ഷിക്കാനും സഹായിക്കാനും പക്ഷെ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതാണ് തൗഹീദ്. പണ്ടേ പറഞ്ഞ തൗഹീദ് അതാ. അഭൗതികമായി നമ്മളെ സഹായിക്കാനും അഭൗതികമായി ഉപദ്രവം വരുത്താനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ജിന്നും മലക്കൊക്കെ അഭൗതിക എന്ന് പറഞ്ഞാൽ ആ സഹായം എന്തായി? തൗഹീദ് പൊളിഞ്ഞില്ലേ? ഹദീസുകൾ നിഷേധിക്കുക, മുത്തഫഖുൻ അലൈഹി ഹദീസ് വരെ നിഷേധിക്കുകയാണെങ്കിൽ ഖുർആനും ഹദീസ് എന്ന് പറഞ്ഞ ദീനില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കേണ്ടി വരും. അതൊന്നുമില്ല, ഒക്കെ റെഡിയാണ്. എന്നിട്ടും ഒരു തരം ആശങ്ക, അപ്പുറത്ത് പോയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ വരുന്ന ആൾക്കാരെ എങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് പോവാ. അള്ളാഹ് പറയാണ് ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി തീർന്നാലല്ലാതെ, ഹൃദയം കഷ്ണം കഷ്ണമായി തീർന്നാലല്ലാതെ അത് അവസാനിക്കൂല എന്നാ. വല്ലാഹു അലീമുൻ ഹക്കീം. എന്നിട്ട് അള്ളാഹ് പറയാ അതിനുണ്ടായ ആ പണി ചെയ്തതിനുണ്ടായ അനന്തരഫലം എന്താ അറിയോ? ഫഅഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അതാണ് 12ാമത്തത്. ഹൃദയത്തിൽ നിഫാഖാണ് ഉണ്ടായത്. ഇവിടെ ഇലാ യൗമിൻ യൽഖൗനഹു, അള്ളാഹനെ കണ്ടുമുട്ടുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം മുനാഫിക്കിന്റെ കൂട്ടത്തിലുണ്ടാകുക. അന്ന് വഹി ഇറങ്ങണ കാലം ആയതുകൊണ്ട് അത് പറഞ്ഞു. ഇന്നിപ്പോ അത് അറിയില്ലല്ലോ. നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുക. 13ാമത്തെ ഹൃദയം കുലൂബുഹും മുൻകിറ, എന്ത് പറഞ്ഞാലും തട്ടിക്കളയുന്ന നിഷേധിക്കുന്ന ചില ഹൃദയമുണ്ട് ചില ആൾക്കാർക്ക്. ഉണ്ടാവരുത്. അവരെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു ഫല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അവർക്ക് ആഖിറത്തിൽ വല്ല വിശ്വാസം ഉണ്ടാവില്ല. 14 ലാഹിയത്തൻ കുലൂബുഹും, അത് ഒരു തരം മനഃപൂർവ്വമുള്ള അശ്രദ്ധയാണ്. മാ യഅ്തിഹിം മിൻ ദിക്രിൻ മുഹ്ദസിൻ, അള്ളാഹ് പറയാ ഒരു ഉത്ബോധനം, ഒരു ആയത്ത്, ഒരു ഖുർആൻ ഒരു ആയത്ത് പഠിക്കുക, അത് കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പം അതിലേക്കൊക്കെ ഞാൻ മറന്നു എന്ന് പറയാം. ചില കാര്യം ചില ഹൃദയത്തിൽ ഭൗതികമായ കാര്യമൊന്നും മറക്കൂല, അവനാന് വേണ്ട ഒരു കാര്യം മറക്കൂല. എന്നാൽ ഖുർആൻ ക്ലാസ് മറന്നു, ഖുർആൻ ക്ലാസ്സിൽ വന്നില്ല, അത് മറന്നു. ലാഹിയത്തൻ കുലൂബുഹും അള്ളാഹ് പറയാ ആ ഹൃദയം ലാഹിയത്ത് കുലൂബാണ്, ഉണ്ടാവാൻ പാടില്ല. കാരണം ശ്രദ്ധ വേണം, മറക്കാൻ പാടില്ലാത്ത കാര്യം ഇതൊക്കെയാണ്. വേറെ കാര്യങ്ങളൊന്നും മറന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മറന്നാൽ ഒരു തകരാറില്ലാത്ത കാര്യം നമ്മൾ മറക്കൂല, അതുണ്ടാവരുത്. ഇനി 15ാമത്തത് അള്ളാഹ് പറയാണ് ഒരുപാട് മനുഷ്യന്മാര് ഹൈറുകളിൽ ഇങ്ങനെ മത്സരിക്കുന്നുണ്ട്. അത് നമ്മൾ കാണുന്നൊരു ചുറ്റും ഹൈറുകൾ, ധാരാളം ഹൈർ ഇങ്ങനെ നേടിയെടുക്കുന്ന ആൾക്കാരെ കാണാം. അതിനെക്കുറിച്ച് ഇങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ട് പറയാണ്, അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. അതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സൂറത്തുൽ മൂമിനൂനിൽ അള്ളാഹ് ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട സൂറത്താ സൂറത്തുൽ മൂമിനൂൻ. കാരണം എന്താ അറിയോ? ആ സൂറത്ത് തുടങ്ങുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്നാ. അത് അവസാനിക്കുന്നത് എന്താ അറിയോ? മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്? റബ്ബിഗ്ഫിർ വർഹം, അതാണ് അവസാനിപ്പിക്കുക. ആ പ്രാർത്ഥനയോട് കൂടി അവസാനിക്കുന്ന സൂറത്താ. ആ സൂറത്തിൽ അള്ളാഹ് ഖൈറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്മകൾ ഇങ്ങനെ സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, എന്നാൽ അവരിൽ ചില ആൾക്കാർ ഹൃദയത്തിൽ ഗംറത്താണുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ ഗംറത്താ. വലഹും അമാലും മിൻ ദൂനി ദാലിക, അവർക്ക് അതൊന്നും അല്ലാത്ത വേറെ കുറെ പണിയാണുള്ളത്. വഹും ലഹാ ആമിലുൻ, അവർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇതൊന്നും അല്ലാത്ത വേറെ കുറെ പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നത്. അപ്പൊ ഹൈറുകൾ മനുഷ്യന്മാരിങ്ങനെ നേടുന്നത് കാണുമ്പോൾ, പടച്ചോനെ, ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, ദീനിയായ കാര്യങ്ങൾക്കൊക്കെ നന്മകൾക്കൊക്കെ മുന്നേറുന്ന ആൾക്കാരെ കാണുമ്പോൾ, പടച്ചോനെ എനിക്കും അത് വേണമല്ലോ എന്ന ഒരു ഹൃദയത്തിൽ നിന്നൊരു ചിന്ത വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഉംറത്തിലെപ്പെടുക. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 16-ാമത്തെ കച്ചവടക്കാരന്റെ ഹൃദയം. ആ ഹൃദയത്തിൽ വെറും ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത് മാത്രം ഉണ്ടാവരുത്. സൂറത്തുൽ മുത്തഫിഫീനാട്ടോ കച്ചവടക്കാരെ കുറിച്ച് പറയുന്ന സൂറത്ത്. ആ സൂറത്തിൽ അള്ളാഹ് പറയാണ്, ബൽ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ സമ്പാദിച്ചു, ആ സമ്പാദ്യ നിമിത്തം അവർ ഹൃദയങ്ങളിൽ റാന, അത് ചളി പിടിച്ചു പോയിട്ടുണ്ട്, ക്ലാവ് പിടിച്ച ഹൃദയമായി പോയി. കാരണം എന്താ? ഹലാലു ഹറാമു നോക്കാതെ സമ്പാദിച്ചു. അവന്റെ ഹൃദയത്തിൽ മുഴുവനും ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കച്ചവടക്കാരന്റെ ഹൃദയം, ആ ഹൃദയം, ഈ തരം ഹൃദയം ഒരു കച്ചവടക്കാരൻ ഉണ്ടാവാൻ പാടില്ല. ഇനി ഏതുണ്ടാകേണ്ടെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ പറയും. 17-ാമത്തത് ഫീ ഖുലൂബിഹിം ഹമിയ്യത ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത ഹമിയ്യത്തൽ ജാഹിലിയ. ദുരഭിമാനം വെടിയാത്ത ഹൃദയം, ദുരഭിമാനം വെടിയാത്ത ഹൃദയം ചില ആൾക്കാർക്കുണ്ട്. അതൊക്കെ അധികം കുടുംബ പ്രശ്നങ്ങളിലാ വരിക. എത്ര മസ്ലഹത്തിന് ശ്രമിച്ചാലും എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും ചില ആൾക്കാർ ഇങ്ങോട്ട് ഒതുങ്ങൂല. ആ ദുരഭിമാനം ഉണ്ടല്ലോ. അതുപോലെ തന്നെ കല്യാണ ആലോചനകളൊക്കെ വരുമ്പം ഇപ്പോഴും ദുരഭിമാനാണ്, ഹൃദയത്തിൽ പോകൂല സഹോദരങ്ങളെ. പലരും കുടുംബത്തിന്റെ പേരിൽ, ഒരു കുടുംബത്തിന് ഒരു ജോലി, ബാർബർമാരാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട ആൾക്കാർ, കബറടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരെ മോശപ്പെട്ട ആൾക്കാർ. ഇങ്ങനെ അവർ തന്നെ അങ്ങനെയാണോ? അവരിഞ്ഞിപ്പം എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും, എത്ര ഉയർന്ന നിലവാരത്തിൽ, എത്ര വലിയ ആളാണെങ്കിലും ശരി, അത് കുടുംബം അതല്ലേ. ചില ആൾക്കാരെ മനസ്സിൽ ആ ദുരഭിമാനം, ജാഹിലിയത്തിന്റെ ഹമിയത്തിൽ ജാഹിലിയ ഉണ്ട്. അത് പോയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹ് നമ്മളെ പ്രൗഢിയിലേക്കും നമ്മളെ വീട്ടിന്റെ മുറ്റത്തെ കാറിലേക്കും നമ്മളെ വീടിന്റെ വലിപ്പത്തിലേക്കും ഒന്നുമല്ല നോക്കുക, നമ്മളെ പറമ്പിന്റെ വിസ്താരത്തിലേക്കല്ല നോക്കുക, ഹൃദയത്തിലേക്കാ നോക്കുക. അതുകൊണ്ട് ജാഹിലിയത്തിലെ ദുരഭിമാനം വിടണം. 18-ാമത്തത് കാസിയത്തുൽ ഖുലൂബാണ്. ഹൃദയം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കടുത്ത് പോയി അവസാനം കല്ലിനേക്കാൾ കടുത്തു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 19-ാമത്തെ ഹൃദയം ഒരു തൃപ്തി വരാത്ത ഹൃദയമാണ്. അത് ഏതാണ് ആ തൃപ്തി എന്നറിയോ? തൃപ്തി വരാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അള്ളാഹിനെ പറ്റിന് തൃപ്തിയില്ല. വൈദാ ദുകിറല്ലാഹു വഹ്ദ, അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞാൽ ഇശ്മഅസ്സത്ത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ. ഇശ്മഅസ്സത്ത് ഖുലൂബ്, ചില ഹൃദയങ്ങൾക്ക് എങ്ങനെ അസ്വസ്ഥതയാണ്, പൊറുതികേട് കാണിക്കുന്ന ഹൃദയം, പൊറുതികേട് കാണിക്കുന്ന കൽബ്, അള്ളാഹിനെ പറ്റി തൃപ്തിയില്ലാത്ത കൽബ്. ഇത് അള്ളാഹു പറഞ്ഞതാണ്. ഈ കൽബുമായി റബ്ബിലേക്ക് സഹോദരങ്ങളെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത്. 20-ാമത്തെ ഹൃദയത്തെക്കുറിച്ച് തഅമ്മൽ ഖുലൂബാണ് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചില കാര്യം കാണണം. ഹൃദയം കണ്ണിന്റെ സ്ഥാനത്താണ്. ബാഹ്യമായ കണ്ട മാത്രം ഹൃദയം കൊണ്ട് ചില കാര്യങ്ങൾ കാണാനുണ്ട്. അത് കാണാത്തവന്റെ ഹൃദയമാണ് തഅമ്മൽ ഖുലൂബ്, അന്ധത ബാധിച്ച ഹൃദയം. അന്ധത കണ്ണിനല്ല ബാധിക്കുക, അള്ളാഹ് പറയാണ് അന്ധത ബാധിച്ച ഹൃദയം എന്ന്. കാരണം എന്താ? ചില കാര്യം അങ്ങനെയാണ്, ഹൃദയം കൊണ്ട് കാണണം. നമുക്ക് കടലിന്റെ ഭംഗി കണ്ണുകൊണ്ട് കണ്ട് ആസ്വദിക്കാം, പക്ഷെ ഹൃദയം കൊണ്ട് കാണാൻ എങ്ങനെയെന്നറിയോ? കടലിനെ കുറിച്ച് അള്ളാഹു വഇദൽ ബിഹാറു ഫുജ്ജിറത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. കടലിൽ ഓടുന്ന കപ്പലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതും കടലി എന്ന അപാരമായ അള്ളാഹിന്റെ ആയാത്തുകളെ കുറിച്ച് പറഞ്ഞു. അത് ഹൃദയം കൊണ്ട് കാണേണ്ടതാ, കണ്ണുകൊണ്ട് കാണേണ്ടതല്ല. ആ ഹൃദയം ഇല്ലെങ്കിൽ അതാണ് തഅമ്മൽ ഖുലൂബ്. 21-ാമത്തത് ഖുലൂബുൻ ലാ യഫ്ഖഹൂൻ, ചിന്തിക്കാത്ത ഹൃദയം. അള്ളാഹു കണ്ണ് നൽകി, ചുണ്ട് നൽകി, നാവ് നൽകി, ഒക്കെ നൽകി, അതിന്റെ കൂട്ടത്തിൽ ഹൃദയവും നൽകി. പക്ഷേ ചില ഹൃദയം നാക്കാലിന്റെ ഹൃദയത്തെക്കാൾ മോശ. ചില മനുഷ്യന്റെ ഹൃദയം നാക്കാലികളുടെ ഹൃദയത്തെക്കാൾ മോശമാണ്. അള്ളാഹ് പറയാണ്, അയുൻ കണ്ണുണ്ട് പക്ഷേ അവർ കാണുന്നില്ല. ഖുലൂബുൻ ഹൃദയമുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത കൽബ്. ആരെ കൽബാണ്? ഉലൈക കൽ അൻആം, നാക്കാലികൾ പോരാ, ബൽഹും അദൽ, വെറും ഒരു കന്നുകാലിയുടെ ഹൃദയത്തോടെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്.
അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളുടെയും ഉള്ളിൽ ജൗഫിൽ അള്ളാഹു 2 ഹൃദയം വെച്ചിട്ടില്ല. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാ. അടുത്ത ഖുത്ബയിൽ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകേണ്ട ചില ഹൃദയങ്ങളെക്കുറിച്ച് പറയും. അപ്പോ രണ്ടും കൂടി ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരാൾക്ക് ഉണ്ടാകരുത്. മറ്റൊരു കാര്യം, ഹൃദയത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു ഇളക്കമുണ്ടാകും, ചില ആട്ടങ്ങൾ ഉണ്ടാകും. അതിനാണ് ഫീ ഖുലൂബിഹിം സൈഗുൻ എന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യം കേട്ടാൽ അതിലൊരു ഉറച്ച തീരുമാനം എടുക്കുക, അത് അവിടെ നിൽക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ആ തീരുമാനം പിന്നെ മാറിപ്പോകരുത്. റബ്ബനാ റബ്ബനാ ലാ തുസീ ഖുലൂബനാ റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. എപ്പോഴും പ്രാർത്ഥിക്കുക, പടച്ചോനെ തെറ്റിക്കല്ല, പടച്ചോനെ ഹൃദയത്തിന് സബാത്ത് കൊണ്ട പടച്ചോനെ പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, അവസാനമായി ഒരു വാക്കുകൂടി പറയാം. നമ്മളൊക്കെ ചെറിയ ക്ലാസ് മുതൽ കേട്ടു പഠിച്ച മനപ്പാടമുള്ളൊരു ഹദീസുണ്ട്. അല ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. വൈദാ സ്വലഹത് സ്വലഹൽ ജസദ് കുല്ലു, നന്നായാൽ മനുഷ്യൻ ആകെ നന്നായി. വൈദാ ഫസദത്, അത് കേടുവന്നാൽ ഫസജൽ ജസദ് കുല്ലു, മനുഷ്യനാകെ കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അതിന്റെ പേരാണ്, അറിയണം, അതിന്റെ പേരാണ് ഹൃദയം. സഹോദരങ്ങളെ, നിലച്ചു പോകും. ഇതിന്റെ മിടുപ്പുകൾ ഇടക്കിടക്ക് പരിശോധിക്കുന്നുണ്ട്. അത് നിലച്ചു പോകുമ്പോൾ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുടേതായിത്തീരും. ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരും. ഹൃദയം നിലക്കുന്നതിന് മുമ്പ് ഹൃദയം തന്ന റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഉള്ളവരുണ്ട്, അള്ളാഹു അവർക്കൊക്കെയും ഷിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈമാനും തഖ്വയുമുള്ള ഹൃദയമാക്കി അള്ളാഹു നമ്മുടെ ഹൃദയത്തെ മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുകയാണ്. പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പൈസ തീർന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യണം. അറബികൾ പള്ളി ഉണ്ടാക്കി തരുന്ന കാലം കഴിഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയ പള്ളികളിലൊന്നും നമ്മളെ പൈസ എടുത്തുണ്ടാക്കിയ പള്ളിക്ക് ആ പള്ളിയിലെ റുക്കുവും സുജൂദും അത് വല്ലാത്തൊരു ഹൗഫോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പള്ളിയുടെ ഈ നിർമ്മാണ ഫണ്ടിലേക്ക് ബിസ്മില്ല എന്ന പേരിലുള്ള വെള്ളം 1,00,000 രൂപ നമുക്കിന്ന് സംഭാവനയായി തന്നിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ആ വെള്ളത്തിന് നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങൾ, ഇനിയും ഇതുപോലെയുള്ള വെള്ളങ്ങളുണ്ട്. അവർക്കൊക്കെ ഇതൊരു പ്രചോദനമാകണം. നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് നമ്മളെ കുടുംബത്തെ പോറ്റുന്നതും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും ഒക്കെ സഹോദരങ്ങളെ, നമ്മളെ പള്ളി നമുക്കറിയാം. ഇവിടെ പുറത്ത് പായയിലാണ്, ആ ബിൽഡിംഗ് പുറത്താണ് ആളുകൾ പായലിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കുറെ ആൾക്കാർ പള്ളിയിലേക്ക് വരാത്തവരുമുണ്ട്. നമുക്ക് സൗകര്യമുള്ള പള്ളിയായാൽ എത്ര ആളുകളെ നമുക്കിതിലേക്ക് ക്ഷണിക്കാനും വിളിക്കാനും പറ്റും. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഓർമ്മിക്കുകയും ഇതിൽ നമ്മളെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മളൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭൂമി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭൂമി വിൽപ്പനയായാൽ അതിൽ 1 സെന്റിൻ്റെ കാശ്, അത് ലക്ഷത്തിനപ്പുറം വിലയുള്ള ഭൂമിയാണ്, 1 സെന്റിൻ്റെ കാശ് നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരൻ്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെയും എല്ലാ നല്ല ഉദ്ദേശം നിറവേറ്റി തരുമാറാവട്ടെ. നമ്മളൊക്കെ നടത്തിയ ഒരുപാടായിരിക്കുന്ന ആളുകളൊക്കെയും ഇത് പള്ളിക്ക് കഴിഞ്ഞ തവണയൊക്കെ കൊടുത്തവരാണ്. എല്ലാവർക്കും അള്ളാഹു തആല നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം 5000 രൂപ നമ്മളെ പള്ളിക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമാറാവട്ടെ. ഇവർക്കൊക്കെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം പകരമായി നൽകുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في غزة. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر
ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.